നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിയും കുടുംബവുമൊക്കെ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ ആർത്തുല്ലസിക്കുന്നു. അവരുടെ ഈ വിനോദസഞ്ചാരം ഒരുക്കിക്കൊടുത്ത സ്പോൺസറായ അജ്ഞാതനാര്? ഈ ചോദ്യമാണ് കേരളത്തിൽ ശക്തമാകുന്നത്. സംസ്ഥാനത്തെ നാഥനില്ലാതാക്കി ഒരു മുഖ്യമന്ത്രി വിനോദയാത്ര നടത്തുന്നത് ഏകദേശം 16 ദിവസങ്ങൾ. അതും രാജ്യം തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിൽ നിൽക്കുമ്പോൾ. മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും വേണ്ടി കോടികൾ ചെലവഴിക്കുന്ന അജ്ഞാതനാര് എന്ന ചോദ്യമാണ് ഇപ്പോൾ ശക്തമാകുന്നത്. ഈ അജ്ഞാതനെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് വിത്തുപാകിയതാവട്ടെ LDF കൺവീനർ EP ജയരാജനും. ദല്ലാൾ നന്ദകുമാറുമായി ഒരു തരത്തിലുമുള്ള ചങ്ങാത്തം പാടില്ല എന്ന് പിണറായി വിജയൻ EP ജയരാജനെ ഉപദേശിച്ച് ദിവസങ്ങൾക്കുള്ളിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിൻ്റെയും ഒക്കെ വിദേശയാത്ര. ഒരു അജ്ഞാതൻ്റെ ചിലവിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയും കുടുംബവുമൊക്കെ വിനോദയാത്ര നടത്തുന്നത് എന്ന വാർത്തകൾ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ദല്ലാൾ നന്ദകുമാർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ചയിൽ വരുന്നതും. മുഖ്യമന്ത്രി വിദേശത്തായതുകൊണ്ട് നാളെ ഓൺലൈനായി നടക്കേണ്ടിയിരുന്ന മന്ത്രിസഭാ യോഗം പോലും മാറ്റിവെച്ചു. സംസ്ഥാനം കടന്നുപോകുന്നത് കടുത്ത ഉഷ്ണതരംഗത്തിലൂടെ. ആളുകൾ നിരവധിയാണ് മരിച്ചു വീഴുന്നത്. കോടിക്കണക്കിന് രൂപയുടെ കാർഷിക വിളകൾ ഇതിനകം നശിച്ചു കഴിഞ്ഞു. തീരപ്രദേശങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസം ഇപ്പോൾ ശക്തമാകുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഭയചകിതരാണ്. കാലിയായി കിടക്കുന്ന ഖജനാവ് അടുത്ത മാസം എങ്ങനെ ശമ്പളം കൊടുക്കണമെന്നറിയാതെ കുഴങ്ങുകയാണ് കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി. അപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ഈ ധൂർത്ത് ഉല്ലാസയാത്ര. നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ ചില നിർണായക തീരുമാനങ്ങൾ എടുക്കാൻ അജണ്ട നിശ്ചയിച്ചിരുന്നു. എന്നാൽ 19 ദിവസത്തെ വിദേശ സഞ്ചാരമൊക്കെ കഴിഞ്ഞ് മുഖ്യമന്ത്രി ഇങ്ങ് വരുമ്പോൾ കേരളം ഏതു രൂപത്തിലാകും എന്ന് സാധാരണ ജനങ്ങൾ ചോദിക്കുന്നു. സാധാരണഗതിയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ്, പ്രത്യേകിച്ച് ഭരണാധികാരി, വിദേശയാത്രകൾ നടത്തുമ്പോൾ അതിൻ്റെ മുഴുവൻ വിവരങ്ങളും പാർട്ടിക്ക് കൈമാറണമെന്നതാണ് വ്യവസ്ഥ. ഒരു നേതാവെന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ വിദേശയാത്രയിൽ വരുന്ന ചെലവുകളെക്കുറിച്ചുള്ള വിശദാംശങ്ങളും പാർട്ടിയെ ധരിപ്പിക്കേണ്ടതുണ്ട്. വിദേശത്തേക്ക് പോകുന്നുവെന്നല്ലാതെ വ്യക്തമായ വിശദീകരണം ഇതുവരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടിക്ക് നൽകിയിട്ടില്ല. ഇത് ചോദിക്കാൻ പാർട്ടിയിൽ കെൽപ്പുള്ളവരുമില്ല. ആകെയുള്ളത് EP ജയരാജനെ പോലെയുള്ള ചില നേതാക്കൾ മാത്രമാണ്. അവർക്കാവട്ടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മുന്നിൽ നടുനിവർത്തി നിൽക്കാനുള്ള ത്രാണി പോലുമില്ല. എല്ലാം അറിഞ്ഞിരുന്നുവെന്ന് EP ജയരാജൻ തട്ടിവിടുമ്പോൾ അത് പിണറായി വിജയനുള്ള ഉക്ഷിരൻ കൊട്ടാണ്. സ്പോൺസർ ആര് എന്ന ചോദ്യത്തിന് EP ജയരാജൻ ഉത്തരം പറയുന്നില്ല. പകരം ജയരാജൻ പറയുന്നത് നിങ്ങൾ മാധ്യമപ്രവർത്തകർ സ്പോൺസറെ കണ്ടെത്താനാണ്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പിണറായി വിജയന്റെ വിദേശയാത്രയെക്കുറിച്ച് പ്രതികരിക്കുന്നേയില്ല. ചുരുക്കത്തിൽ പാർട്ടി നേതാക്കൾക്കെല്ലാം മിണ്ടാട്ടം മുട്ടി നിൽക്കുന്ന അവസ്ഥ. ഏകദേശം 20ഓളം വിദേശയാത്രകൾ നടത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയന് ഇതെല്ലാം ഒരു ഹരമാണ്. ഇനി എത്ര കാലം ഇങ്ങനെ അധികാരത്തിൽ തൂങ്ങിക്കിടക്കാൻ കഴിയും എന്നതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. പ്രത്യേകിച്ച് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുമ്പോൾ മുഖ്യമന്ത്രി കസേരയ്ക്ക് ഇളക്കത്തട്ടുമോ എന്ന് പോലും പിണറായിക്ക് ഭയമുണ്ടാകാം. എന്നാൽ ഭാവി പ്രധാനമന്ത്രി എന്ന CPM നേതാക്കൾ വരെ വാഴ്ത്തിപ്പാടിയ പിണറായി വിജയൻ ഇങ്ങനെ തെരഞ്ഞെടുപ്പിൻ്റെ ഉച്ചസ്ഥായിയിൽ നാടുവിടുന്ന കാഴ്ച അത് വല്ലാത്തൊരു ദുരന്തം തന്നെ. എന്താണ് പിണറായി വിജയന് സംഭവിച്ചിരിക്കുന്നത്? BJP കേന്ദ്ര നേതൃത്വവുമായുള്ള ചില ധാരണകളുടെ ഫലമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി നടത്തുന്ന ഈ വിദേശയാത്രയെന്ന് കോൺഗ്രസ് നേതാക്കൾ ആക്ഷേപിക്കുന്നു. രാജ്യം തെരഞ്ഞെടുപ്പിൻ്റെ തീച്ചൂളയിൽ നിൽക്കുമ്പോഴാണ് നാടുവാഴി നാടുവിടുന്നത്. വല്ലാത്ത കാഴ്ച തന്നെ. മുഖ്യമന്ത്രി പിണറായി വിജയൻ മൂന്നാം മുന്നണിയെക്കുറിച്ചൊക്കെ നമ്മോട് വാതോരാതെ സംസാരിച്ചത് ഇപ്പോൾ നമ്മുടെ ഓർമ്മയിലുണ്ട്. നരേന്ദ്രമോദിക്ക് ഒരു ബദലൊരുക്കണമെങ്കിൽ മൂന്നാം മുന്നണി വളർന്നു വരണമെന്നും അതിൻ്റെ നായക സ്ഥാനത്തേക്ക് സ്വയം പ്രതിഷ്ഠിക്കുന്നത് പോലെ അദ്ദേഹം ചില പ്രസ്താവനകളും നടത്തിയിരുന്നു. മമതാ ബാനർജിയുമായി പ്രത്യേക ഹൃദയബന്ധം തന്നെ പിണറായി വിജയൻ കാത്തുസൂക്ഷിച്ചു. കാരണം പിണറായിയുടെ മനസ്സിൽ ഒരു ഭാവി പ്രധാനമന്ത്രി പദം പോലും സ്വപ്നത്തിലെത്തിയിരുന്നു എന്നതുകൊണ്ട്. മറ്റു സംസ്ഥാനങ്ങളിൽ പോയി ഇന്ത്യ മുന്നണിക്ക് വേണ്ടി വോട്ട് തേടാൻ ഉത്തരവാദിത്തപ്പെട്ടയാളാണ് പിണറായി വിജയൻ. പ്രത്യേകിച്ച് സീതാറാം യെച്ചൂരിയേക്കാളൊക്കെ രാജ്യത്ത് തലയെടുപ്പുള്ള ഒരു CPM നേതാവ് എന്ന പേരിൽ തന്നെ. ഇന്ത്യയിൽ CPM ഭരിക്കുന്ന ഏക സംസ്ഥാനമാണ് കേരളം. കനൽ ഒരു തരിമതി എന്നൊക്കെ CPM നേതാക്കൾ പറയുമ്പോൾ ആ തരിയുടെ അമരത്തിരിക്കുന്നത് സാക്ഷാൽ പിണറായി വിജയനാണ്. MP സ്ഥാനം പോലും നഷ്ടപ്പെട്ട സീതാറാം യെച്ചൂരിയേക്കാൾ വളരെ ഉയരത്തിലാണ് പിണറായിയുടെ സ്ഥാനം. ഡൽഹിയിലെ CPM ആസ്ഥാനത്തെ ചിലവുകൾ നടക്കണമെങ്കിൽ കേരളത്തിൽ നിന്ന് ഫണ്ടെത്തണം. അതാണ് CPMൻ്റെ ഇന്ത്യയിലെ അവസ്ഥ. സീതാറാം യെച്ചൂരിയുടെ പഴയ ക്ലച്ചൊക്കെ ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. എല്ലാം പിണറായി വിജയൻ്റെ കാൽക്കീഴിൽ അടിയറവ് വെച്ചാണ് അദ്ദേഹം പോലും രാജ്യത്ത് CPM ഭരിക്കുന്നത്.
ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്ന മുദ്രാവാക്യവുമായി കേരളത്തിൽ പ്രചരണം നടത്തിയ പിണറായി വിജയൻ എന്തുകൊണ്ടാണ് ഇന്ത്യയിലേക്ക് കടന്നു ചെല്ലാത്തത്? ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി പ്രചരണം നടത്താൻ ഉത്തരവാദിത്തപ്പെട്ടയാളായിരുന്നില്ലേ ഈ പിണറായി വിജയൻ? അങ്ങനെയെങ്കിൽ BJP കേന്ദ്ര നേതൃത്വത്തെ ഭയന്നിട്ടാണോ പിണറായി ഇപ്പോൾ നാട് വിട്ടിരിക്കുന്നത്? തനിക്ക് മേൽ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങളൊക്കെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കുന്ന കാലഘട്ടമാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പോയി മോദിയെ വെല്ലുവിളിച്ചാൽ പണി പാഴ്സലായി കിട്ടും എന്നൊരു പക്ഷേ പിണറായി വിജയന് മനസ്സിലായി കാണും. ഏറ്റവും നല്ലത് 10-20 ദിവസത്തേക്ക് രാജ്യത്ത് നിന്ന് മാറി നിൽക്കുകയാണ്. അതുകൊണ്ടാണത്രേ കേന്ദ്ര സർക്കാരും പെട്ടെന്ന് വിദേശയാത്രയ്ക്കുള്ള അനുമതി അങ്ങ് കൊടുത്തുവിട്ടത്. എവിടെയെങ്കിലും പോയി കുറേ കാലം ജീവിക്കട്ടെ എന്ന് കരുതി. മലയാളമല്ലാതെ മറ്റു ഭാഷകളൊന്നും അറിയാത്തതുകൊണ്ടാണ് പിണറായി വിജയൻ മറ്റു സംസ്ഥാനങ്ങളിൽ പോയി പ്രചരണം നടത്താത്തത് എന്ന് പറയുന്നവരുണ്ട്. അവരൊക്കെ ഒരു കാര്യം മനസ്സിലാക്കിയാൽ നന്ന്. രാഹുൽ ഗാന്ധിയും നരേന്ദ്രമോദിയുമൊക്കെ കേരളത്തിൽ വന്ന് പ്രസംഗിക്കുന്നത് ഹിന്ദിയിലാണ്. ഇവിടെ തർജിമക്കാരുണ്ട്. അതുപോലെ തന്നെ പിണറായി വിജയൻ ചെന്ന് മലയാളത്തിൽ പ്രസംഗിച്ചാൽ അത് മനോഹരമായി തർജിമ ചെയ്തു കൊടുക്കാനുള്ള ആൾക്കാരൊക്കെ എല്ലാ സംസ്ഥാനങ്ങളിലുമുണ്ട്. അതുകൊണ്ട് തന്നെ അമ്മാതിരി തള്ളൊന്നും ഇങ്ങോട്ട് വേണ്ട. ഗവർണറെ പോലും അറിയിക്കാതെ, ചുമതലകളൊന്നും മറ്റാർക്കും കൈമാറാതെ ഒടുവിൽ പിണറായി വിജയനും മരുമോനും നേരെ നാടുവിട്ട് ഒരു വിദേശയാത്ര. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ അധികാരം മറ്റൊരു മന്ത്രിയെ ഏൽപ്പിക്കാത്തത്? ഒട്ടും വിശ്വാസമില്ല. തിരിച്ചു വരുമ്പോൾ കസേര ഉണ്ടാകണമല്ലോ. രാജ്യത്ത് മൂന്നാം മുന്നണിക്ക് നേതൃത്വം നൽകേണ്ടയാൾ അങ്ങനെ ഇന്ത്യ വിട്ട് തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് ബുദ്ധിപൂർവ്വം ഒഴിവാകുന്ന കാഴ്ച. ഇതൊരു പക്ഷേ BJPയുടെ കേന്ദ്ര നേതൃത്വവുമായുള്ള ധാരണ കൊണ്ടാണോ എന്ന് വിശദീകരിക്കാൻ ഉത്തരവാദിത്തമുണ്ട് CPMന്. പിണറായി വിജയൻ ഭയന്നോടുകയാണോ അതോ പിണറായിയെ ഭയപ്പെടുത്തി ഓടിച്ചതാണോ? BJPക്ക് ബദലായി വളരേണ്ടത് രാജ്യത്ത് മൂന്നാം മുന്നണിയാണ് എന്ന് നാഴികയ്ക്ക് 40 വട്ടം പ്രസംഗിച്ച് നടന്ന പിണറായി വിജയന് വന്ന ദുര്യോഗത്തിൽ ഇപ്പോൾ പരിതപിച്ച് നിൽക്കുകയാണ് പാർട്ടി പ്രവർത്തകരും അണികളുമൊക്കെ. ബംഗാളിലും ത്രിപുരയിലുമൊക്കെ ആ പിണറായി വിജയനെ ഒന്ന് കാണാൻ ഒരുപക്ഷെ ആളുകൾ ക്യൂ നിന്നേനെ. കാരണം ഒരു അത്ഭുത പ്രതിഭാസമാണല്ലോ ഇപ്പോഴും കേരളത്തിലെ CPM. ചുരുക്കത്തിൽ പിണറായി വിജയൻ്റെ ഈ വിദേശയാത്ര അത്ര നിസ്സാരമല്ല എന്ന് വ്യക്തം. ഇതിന് പിന്നിൽ വ്യക്തമായ ചില കണക്കുകൂട്ടലുകളുണ്ട്. പുറപ്പെട്ട സന്ദർഭം തന്നെയാണ് അതിന് കൂടുതൽ സംശയങ്ങൾക്ക് ആക്കം കൂട്ടുന്നതും. CPMൻ്റെ ദേശീയ നേതൃത്വത്തിൽ പിടിവെട്ട മട്ടിലാണ് സീതാറാം യെച്ചൂരിയുടെ ഒക്കെ സ്ഥാനം. ആകെക്കൂടിയുള്ളത് പിണറായി വിജയൻ്റെ കരുത്ത് മാത്രമാണ്. അതാവട്ടെ തെരഞ്ഞെടുപ്പിൽ ഷൂ എന്ന് പറഞ്ഞതുപോലെ ആകെ ചീറ്റി പണ്ടാരമടങ്ങി. എന്തുകൊണ്ടാണ് മണിക്കൂറുകൾക്കുള്ളിൽ പിണറായി വിജയന് യാത്രാനുമതി കൊടുത്ത്, അതും സ്വകാര്യ യാത്രാനുമതി കൊടുത്ത് കേന്ദ്ര സർക്കാർ കൂട്ടുനിന്നത്? ഇത് ഏതെങ്കിലും വിധത്തിൽ പിണറായി വിജയനും കേന്ദ്ര BJP നേതൃത്വവും തമ്മിലുള്ള ഒരു ധാരണയുടെ ഫലമാണോ? മുമ്പൊക്കെ മൂന്നാം മുന്നണിയെക്കുറിച്ചും പ്രധാനമന്ത്രി സ്ഥാനത്തെക്കുറിച്ചുമൊക്കെ നിരവധി ചർച്ചകൾ ഉയർന്നിരുന്നു CPMനുള്ളിൽ. എന്നാൽ തെരഞ്ഞെടുപ്പിൻ്റെ മൂർധന്യാവസ്ഥയിൽ അത്തരം ചർച്ചകളൊന്നും ഇപ്പോൾ നിലനിൽക്കുന്നില്ല. ആകെക്കൂടി കേരളത്തിൽ 3 സീറ്റ് കിട്ടുമോ 4 സീറ്റ് കിട്ടുമോ എന്നത് മാത്രമാണ് CPMനുള്ളിൽ നടക്കുന്ന ചർച്ച. അതായത് രാജ്യത്ത് നിന്ന് പൂർണ്ണമായും തൂത്തെറിയപ്പെട്ട അവസ്ഥയിലായി CPM എന്ന് CPM നേതാക്കൾ പോലും സമ്മതിക്കുന്ന കാഴ്ച. മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയുടെ സ്പോൺസർ ആരാണ് എന്ന് പറയേണ്ടതില്ല എന്നാണ് EP ജയരാജൻ്റെ മാധ്യമപ്രവർത്തകരോടുള്ള പ്രതികരണം. നിങ്ങളല്ലല്ലോ ചെലവ് വഹിക്കുന്നത്. മാധ്യമങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ അവരുടെ കഴിവുകേടാണ്. പാർട്ടി അറിഞ്ഞാണ് യാത്ര. ഔദ്യോഗിക ചുമതല മറ്റൊരാളെ ഏൽപ്പിക്കുന്ന പതിവില്ല. ആരൊക്കെ ഏതിടങ്ങളിൽ പ്രചരണത്തിന് പോകണം എന്ന് തീരുമാനിക്കുന്നത് പാർട്ടിയാണ്. മുഖ്യമന്ത്രിയുടെ യാത്രയെക്കുറിച്ച് എന്തിനാണ് ഇത്ര വിവാദം? കൃത്യമാണ് EP-യുടെ ചോദ്യങ്ങൾ. അജ്ഞാതൻ ഇപ്പോഴും അജ്ഞാതനായി തുടരുന്നു. യാത്രയുടെ ചെലവ് ആരാണ് വഹിക്കുന്നത് എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് EP ബുദ്ധിപൂർവ്വം കൗശലത്തോടെയാണ് മറുപടി പറഞ്ഞത്. അതിന് ചെലവ് നിങ്ങൾ കൊടുക്കുമോ? അതിനർത്ഥം ഏതോ ഒരു അജ്ഞാതൻ ഈ ചെലവുകൾ അത്രയും വഹിക്കുന്നുവെന്നാണ്. EP പറഞ്ഞു വെച്ചിടത്ത് ഇപ്പോൾ മാധ്യമപ്രവർത്തകർ അന്വേഷണം തുടങ്ങി. മുഖ്യമന്ത്രിയെ സ്പോൺസർ ചെയ്യുന്ന വലിയ അജ്ഞാതനാര്? EP-യുടെ ഇന്നലത്തെ ഒരു ഡയലോഗുണ്ട്. അതാണ് ഒരു ഒന്നൊന്നര ഡയലോഗ്. മുഖ്യമന്ത്രിയുടെ മകളായി പോയി എന്നതുകൊണ്ട് വിദ്യാഭ്യാസമുള്ളൊരു പെൺകുട്ടിക്ക് അധ്വാനിച്ച് ജീവിക്കാനാകില്ലേ? എന്നെപ്പോലൊരാളെ വ്യക്തിഹത്യ നടത്താനും നിങ്ങളാരും മടി കാണിച്ചില്ലല്ലോ. സത്യത്തിനും നീതിക്കും വേണ്ടി മാധ്യമങ്ങൾ പോരാടണമെന്നതാണ് EP-യുടെ ആഹ്വാനം. സംഗതി ജോറായി. എന്തായാലും പിണറായി വിജയൻ്റെ ഈ വിദേശയാത്ര അടിച്ചു പൊളിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. മാധ്യമങ്ങളല്ല, മുഹമ്മദ് റിയാസും കുടുംബവുമാണ് ആഘോഷം തുടങ്ങിയിരിക്കുന്നത്. നല്ല മോസ്റ്റ് മോഡേൺ ഡ്രസ്സിൽ ഫാമിലിയെ മൊത്തം ചേർത്ത് നിർത്തി മുഹമ്മദ് റിയാസ് ഫേസ്ബുക്കിൽ അങ്ങ് പോസ്റ്റോട് പോസ്റ്റാണ്. ഒപ്പം പിണറായി വിജയൻ്റെ കുടുംബവും പോസ്റ്റും എടുക്കുന്നു. ഇത് നാട്ടുകാർക്കുള്ള മറുപടിയാണോ വെല്ലുവിളിയാണോ? കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.
ന്യൂസ്.